തൃശൂർ എറവിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ സ്വകാര്യ ബസിനെതിരെ പരാതി. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ പായുന്ന സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി യുവതി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം തൃശൂർ എറവ് കപ്പൽപ്പള്ളിക്ക് സമീപമാണ് സ്വകാര്യ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയിൽ യുവതിക്ക് പരിക്കേറ്റത്. തൃശൂർ നീലങ്കാവ് സ്വദേശി നീതു ബസ് കയറാൻ ശ്രമിക്കുമ്പോൾ ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. പിടിവിട്ട് റോഡിലേക്ക് തെറിച്ചുവീണ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. അപകടം നടന്നിട്ടും നിർത്താതെ മുന്നോട്ടുപോയ ബസിനെതിരെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പിന്നിക്കോട കയറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്നിക്കോട കയറി. പിന്നിക്കോട കയറിയപ്പോ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഒരു കാലെടുത്ത് വെച്ച വഴിക്ക് തന്നെ വണ്ടി എടുത്തു ബാലൻസ് തെറ്റിയിട്ട് ഞാൻ തെറിച്ചു വീണു. പിന്നെ ഞാൻ നോക്കിയപ്പോ ബസ്സുകാർ നമ്മളൊന്നും മൈൻഡ് ചെയ്യാണ്ട് ബസ് എടുത്ത് പോയി. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ ഓടുന്ന സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ മാസം സ്വകാര്യ ബസിന്റെ അമിതവേഗം മൂലം സൗരവ് എന്ന യുവാവിന്റെ ജീവൻ പൊലിഞ്ഞതും ഇതേ സ്ഥലത്താണ്. ബസ്സുകളുടെ ഓട്ടം നിയന്ത്രിക്കാൻ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ കഴിയുന്നില്ല. ഒരു വിഭാഗം തൊഴിലാളികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബസ്സുകൾ ഓടിക്കുന്നതെന്ന വാർത്തകളും പുറത്തുവരുമ്പോൾ ജനങ്ങളും ഭീതിയിലാണ്. എത്ര ആളുകൾ മരിച്ചാലും എന്തോരം ആളുകൾക്ക് പരിക്ക് പറ്റിയാലും ബസ്സുകാർക്ക് ഇതൊന്നും ബാധകമല്ല. അവരവരുടെ സമയത്തിന് ഓടണം, മറ്റുള്ള വണ്ടികളെ വെട്ടിച്ചു പോകണം, അതിലേക്ക് കിട്ടുന്ന ആളുകളെ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള നിലയ്ക്ക് അവർ ഓടിപ്പോവാണ്. സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാൻ അവർ തയ്യാറുമല്ല. ഇത് മോട്ടോർ വാഹന വകുപ്പ് ഈ ടൈം കൊടുക്കുന്ന അവരാണ് ചിന്തിക്കേണ്ടത്. ഇത് അവരും ചിന്തിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ളവർ ഇത് കാണുക, അനുഭവിക്കുക എന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് വേറൊരു നിവൃത്തിയില്ല. ബസ്സുകളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും മുന്നിട്ടിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. MC റോഡിൽ കാലടി മറ്റു